നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മിപ്പോൾ സാഖ്യയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞത് ജീവാത്മാവ് അനിത്യമാണെന്നും പ്രാണികളുടെ ദുഃഖത്തിൽ നീ എന്തിനാണ് ദുഃഖിക്കുന്നതെന്നും പ്രാണികളുടെ മരണത്തിൽ നീ എന്തിനാണ് ദുഃഖിക്കുന്നതെന്നും ചോദിച്ചു നിർത്തുകയായിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഇനി ഭഗവാൻ ക്ഷത്രിയധർമ്മത്തെക്കുറിച്ച് അർജുനോട് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്തിലേക്ക് വരികയാണ്. ശ്ലോകം 31. സ്വധർമ്മമഭിചാപേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധാശ്രയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, ഇനി നിന്റെ സ്വധർമ്മം നീ നോക്കിയാലും അർജുന, യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നത് നല്ലതല്ല. കാരണം ധർമ്മയുദ്ധത്തേക്കാൾ മംഗളമായ മറ്റൊരു മാർഗവും ക്ഷത്രിയനില്ല. ക്ഷത്രിയൻ്റെ ഏറ്റവും മംഗളമായ മാർഗം ധർമ്മയുദ്ധമാണെന്നും അതിനേക്കാൾ മറ്റൊരു മാർഗം ക്ഷത്രിയനില്ല എന്നുമാണ് ഭഗവാൻ പറയുന്നത്. ക്ഷത്രിയൻ പ്രജകളെ രക്ഷിക്കുക, മനുസ്മൃതിയിൽ പറയുന്നുണ്ട്. ക്ഷത്രിയൻ പ്രജകളെ രക്ഷിക്കുക, ദാനം, യജ്ഞം, സ്വാധ്യായം എന്നിവ ചെയ്യുക എന്ന് മനുവിൻ്റെ വചനങ്ങൾ ഭഗവാൻ ഈ വാക്കുകൾക്ക് പിൻബലമായി എടുക്കുകയാണ്. മനുസ്മൃതിയിലെ ഈ വചനങ്ങൾ ക്ഷത്രിയ ധർമ്മത്തെപ്പറ്റി മനോഹരമായ മനുസ്മൃതിയിൽ വർണ്ണിച്ചിട്ടുണ്ട്. ആ വാക്കുകളെ പിൻബലമായി എടുക്കുകയാണ് ഭഗവാനിവിടെ. മനുവിനെ പിൻപറ്റിക്കൊണ്ട് മഹാഭാരതത്തിൽ ക്ഷത്രിയധർമ്മത്തെ വ്യാസൻ ചിത്രീകരിച്ചിട്ടുണ്ട്. വേദവ്യാസൻ മഹാഭാരതത്തിൽ വളരെ മനോഹരമായി ക്ഷത്രിയധർമ്മവും ചാതുർവർണ്ണയവും എല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. അത് ഗീതയിൽ ആവർത്തിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ അവിദ്യ, മായ, മിഥ്യ, ബ്രഹ്മ എന്നീ വാദങ്ങളൊന്നും ഈ ഗീതാ ശ്ലോകങ്ങൾക്ക് ചേർന്നതല്ല. ക്ഷത്രിയധർമ്മത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടിയാണ് ഗീതോപദേശം മഹാഭാരതത്തിലെ 5 പ്രസ്താവങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. 1, ബ്രാഹ്മണർക്ക് അധ്യയനം, ദാനം, തപസ് എന്നിവയാണ് ധർമ്മം. ക്ഷത്രിയർക്കും അതുപോലെ യുദ്ധത്തിൽ ദേഹപതനമാണ് ധർമ്മം. 2, അശ്വത്തിന് കടിഞ്ഞാൺ പോലെയും ആനയ്ക്ക് തോട്ടി പോലെയും ലോകത്തിന് ഈ രാജധർമ്മം അമർച്ചയ്ക്കുള്ളതാണ്. രാജർഷി സേവ്യമായ ഈ ധർമ്മത്തിൽ തെറ്റുപറ്റുകയാണെങ്കിൽ ലോകത്തിന് നില കിട്ടുകയില്ല. ഇതെല്ലാം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എണ്ണം പറയുന്നത് ഭീഷ്മർ പറഞ്ഞു, ഉദാഹരണസഹിതം പറയും. ഭീഷ്മർ പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, ക്ഷത്രിയൻ മെത്തയിൽ കിടന്ന് മരിക്കുക എന്നത് അധർമ്മമാണ്. വാർദ്ധക്യം ബാധിച്ച് കിടക്കയിൽ ചുമച്ച് കഫം തുപ്പി മൂത്രവും മലവുമായി ആവലാതിപ്പെട്ട് പോകുന്നത് ക്ഷത്രിയർക്ക് ചേർന്നതല്ല. വീണ്ടും പറയുന്നുണ്ട്, മുറിപ്പെടാത്ത ദേഹമുള്ള ക്ഷത്രിയൻ ചത്തുപോയാൽ അവനെക്കുറിച്ചും അവൻ്റെ കർമ്മങ്ങളെക്കുറിച്ചും നാട്ടുകാരും പുകഴ്ത്തില്ല. 5-മതായി പറയുന്നത്, വീട്ടിൽ കിടന്ന് ക്ഷത്രിയൻ മരിക്കാൻ ആഗ്രഹിക്കരുത്. ഇങ്ങനെ ക്ഷാത്രധർമ്മത്തെക്കുറിച്ചുള്ള മഹാഭാരതത്തിൻ്റെ ദൃഷ്ടി ശ്രീകൃഷ്ണ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. നീ ധർമ്മത്തെ കണ്ട് ഭീരുവാകരുത്. സ്വധർമ്മമായ യുദ്ധത്തിൽ മരിക്കുന്നതാണ് മംഗളകരമായത്. ഒരു ക്ഷത്രിയന് യുദ്ധത്തിൽ മരിക്കുന്നതാണ് ഏറ്റവും മംഗളകരം, അല്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കലല്ല എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത്രയൊക്കെ പറഞ്ഞ് ക്ഷത്രിയധർമ്മവും ആത്മാവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ എന്തിനാണ് അർജുനനെ ഇങ്ങനെ യുദ്ധത്തിനായി പ്രേരിപ്പിക്കുന്നതെന്നൊക്കെ ചിന്തിക്കാം.
അപ്പോൾ അഭികാമ്യം എന്താണോ അതാണ് ഭഗവാൻ ചെയ്യുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് അവയെ തരണം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അറിവുള്ള ഒരാൾ നമുക്ക് ഉദാഹരണ സഹിതം കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെയാണ് തേരാളിയായ ശ്രീകൃഷ്ണൻ അർജുനനെ എന്തൊക്കെ പറഞ്ഞിട്ടും മരണത്തിൻ്റെ കാര്യവും ആരും എപ്പോഴും ജനിച്ച ഒരാൾ മരിക്കണം, മരിക്കുന്നത് ദേഹം മാത്രമേ പോകണുള്ളൂ, ആത്മാവ് പോകുന്നില്ല, ജീവാത്മാവ് നിത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അർജുനൻ മാറ്റം കാണാഞ്ഞുകൊണ്ടാണ് തൻ്റെ കുലധർമ്മം, ക്ഷത്രിയ കുലത്തിൽ ജാതനായ അർജുനൻ്റെ കുലധർമ്മത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ. അതുതന്നെയാണ് നമുക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ കർമ്മം എന്താണ്, നാം എന്താണ് ചെയ്യേണ്ടത്, നാം എന്ത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് മനസ്സിലാക്കി ഏത് കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മുടെ ധർമ്മത്തിന്, നമ്മുടെ കുലധർമ്മത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ആ ധർമ്മം വേറെ എന്ത് അതിൻ്റെ ഭവിഷ്യത്തുകളോ ചിന്തിക്കാതെ നാം ചെയ്യേണ്ട കർമ്മം ചെയ്യുക. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീണ്ടും അടുത്തൊരു ശ്ലോകവുമായി കാണുവാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭ സുദിനം.